നമ്മളിനി കൊച്ചിയിലേക്ക് വരുന്നു. മുഹ്സിന അസു നമ്മോടൊപ്പം ഉണ്ട്. മുഹ്സിന, ഗുഡ് മോർണിംഗ്. കൂത്താട്ടുകുളത്തിൻ്റെ കാര്യം ഗോപാൽ കുറച്ച് സൂചിപ്പിച്ചു. പ്രത്യേകിച്ചും നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയമായി വരുമ്പോൾ അതെങ്ങനെ പ്രതിപക്ഷം അതിനെ ആയുധമാക്കുമെന്നുള്ളതിൻ്റെ കാര്യമാണ് ഗോപാൽ സൂചിപ്പിച്ചത്. പക്ഷേ കൂത്താട്ടുകുളത്തിൻ്റെ കാര്യത്തിൽ കുറേയധികം കാര്യങ്ങൾ മുഹ്സിനക്കാണ് പറയാനുണ്ടാവുക. അവിടെ ഈ CPM കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഇപ്പോൾ CPM ബ്രാഞ്ച് സെക്രട്ടറി അടക്കം 4 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു നടപടിയിലേക്ക് പോലീസ് കടന്ന സാഹചര്യം എങ്ങനെയാണ്? അപ്പോൾ അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടോ? ഇതിപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രാദേശിക നേതാക്കളെയാണ് കസ്റ്റഡി എടുത്തിരിക്കുന്നത്. പാർട്ടിക്ക് വലിയ മാനക്കം ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ സീരിയസ് ആയ ഒരു ആക്ഷൻ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകും പോലീസ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? കലാരാജുവിൻ്റെ മൊഴി രേഖപ്പെടുന്ന അടക്കം കൂടുതൽ നടപടികൾ എങ്ങനെയായിരിക്കും? സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ രാഷ്ട്രീയ പോര് മുറുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കൂത്തോട്ടുകുളം നഗരസഭ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. അത് അവിശ്വാസ പ്രമേയ ചർച്ച തുടങ്ങുന്നതിന് കുറച്ച് മുൻപാണ് വലിയ രീതിയിൽ ഒരു തട്ടിക്കൊണ്ടുപോകൽ നാടകമൊക്കെ തന്നെ അരങ്ങേറിയത്. എന്താണെങ്കിലും രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഒരു വഴിക്ക് നടക്കുമ്പോഴും പോലീസ് ഇപ്പോൾ വലിയ രീതിയിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ പോലീസിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണം തന്നെയാണ് കോൺഗ്രസും UDF അതുപോലെ തന്നെ പരാതിക്കാരിയായ കലാരാജുവും ഒക്കെ തന്നെ ഉന്നയിച്ചിരുന്നത്. മൂവാറ്റുപുഴ DOSP നോക്കി നിൽക്കുമ്പോഴാണ് തന്നെ ഇത്തരത്തിൽ CPM പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയത് എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ഉയർന്നിരുന്നത്. അതിനുശേഷം ആലുവ റൂറൽ SP ഇടപെട്ട അന്വേഷണ ചുമതലയിൽ നിന്ന് മൂവാറ്റുപുഴ DOSP ഉൾപ്പെടെ മാറ്റുകയും ആലുവ DOSPക്ക് അന്വേഷണ ചുമതലയൊക്കെ തന്നെ നൽകുകയും ഒക്കെ ചെയ്തതിനു ശേഷമാണ് പെട്ടെന്ന് ഇത്തരത്തിൽ ഈ പാർട്ടി പ്രവർത്തകർക്കെതിരെ ഉൾപ്പെടെ നടപടിയിലേക്ക് പോലീസ് കടന്നത് എന്നത് ശ്രദ്ധേയമാണ്. കാരണം ആദ്യഘട്ടത്തിൽ UDF പ്രവർത്തകർക്കെതിരെയും അതുപോലെ തന്നെ അനൂപ് ജേക്കബ് MLA ഉൾപ്പെടെ പ്രതിയാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അത്തരത്തിൽ ആദ്യഘട്ടത്തിൽ ആ രീതിയിലായിരുന്നു പോലീസ് നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിൽ പിന്നീട് കലാരാജു ആവർത്തിച്ച് CPM നേതൃത്വത്തിനെതിരെയും അതുപോലെ തന്നെ അന്ന് നടന്ന പ്രശ്നങ്ങളിൽ തന്നെ തട്ടിക്കൊണ്ടുപോവുകയും അതുപോലെ തന്നെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്തത് ഈ CPM പ്രവർത്തകരാണ് എന്നത് തുറന്നു പറയുകയും ഒക്കെ ചെയ്തതിന് ശേഷം അവർ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി തൻ്റെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് വന്നില്ല എന്നതുൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചതിന് ശേഷമാണ് ഇപ്പോൾ എന്താണെങ്കിലും 4 CPM പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ള 4 പേർക്കെതിരെയാണ് പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതായത് തട്ടിക്കൊണ്ടുപോകൽ, മർദ്ദനം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് ഇപ്പോൾ അവരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും കൂടുതൽ CPM പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ലോക്കൽ സെക്രട്ടറിക്കെതിരെ അതായത് തനിക്ക് നേരെ കൊലവിളി മുദ്രാവാക്യം ഉൾപ്പെടെ ഉയർത്തിയെന്നുള്ള ഗുരുതരമായ ആരോപണം കലാരാജു ഉന്നയിച്ചിരുന്നു. എന്താണെങ്കിലും ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം തന്നെയാകും പോലീസ് നടത്തുക. അതുപോലെ തന്നെ ഇന്ന് കലാരാജുവിൻ്റെ രഹസ്യമൊഴി കോലഞ്ചേരി കോടതി രേഖപ്പെടുത്തും എന്നുള്ളതാണ്. ഉച്ച കഴിഞ്ഞാകും ഇത്തരത്തിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ മൊഴി കൂടി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും പോലീസ് കൂടുതൽ നടപടികളിലേക്ക് കടക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭയിൽ ഈ വിഷയം അവതരിപ്പിക്കുകയും അത്തരത്തിൽ വലിയൊരു രാഷ്ട്രീയ വിഷയമായി ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് തന്നെയാണ് UDFും കോൺഗ്രസും തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ കൂത്താട്ടുകുളം കേന്ദ്രീകരിച്ചിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും ഇത് വേദിയാക്കാൻ തന്നെയാണ് UDFിൻ്റെ തീരുമാനം. സൈഫുദ്ദീൻ. ശരി മുഹ്സിന, അതാണ് മധ്യ കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് കൊച്ചിയിൽ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ.